ഇന്ന് ഈ ഫ്ലോറിൽ തീപ്പൊരി പാറും. എത്തുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായിരുന്നു, നമ്മുടെ മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ എബിൻ റോസ് ആണ്. കളിയുടെ വിശദാംശങ്ങളും തന്ത്രങ്ങളും ഒക്കെ വിലയിരുത്താൻ ഞങ്ങളോടൊപ്പം ചേർന്നു. എബിൻ റോസ്, വെൽക്കം. ആവേശം കൂടുതലാണോ അതോ കുറവാണോ? ആർക്കൊപ്പമാണ്? ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞു. ഞാൻ ഒരു ആരാധകനല്ല, ഒരു പരിശീലകനാണ്. ഇപ്പോ ആരാധകന് കളിക്കാരെന്നൊക്കെ മാറി ഒരു പരിശീലകനാണ്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും സമീപകാലത്തെ പെർഫോമൻസ് വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ സ്പെയിനാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. താങ്കൾ ഒരു മുൻ ഡിഫൻഡർ കൂടെയായിട്ടാണോ സ്പെയിൻ ഞാൻ വേൾഡ് കപ്പ് കഴിഞ്ഞ പ്രാവശ്യം കമന്ററി പറഞ്ഞ ആളാണ്, ടാക്ടിക്കൽ അനലൈസ് ചെയ്യുന്ന ആളാണ്, സ്റ്റഡി ചെയ്യുന്ന ആളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോളിനെ കുറിച്ച് കഴിഞ്ഞ സ്പെയിനിന്റെ പെർഫോമൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിലെത്തി. പക്ഷെ നമ്മൾ പറയുന്ന പോലെ അല്ലാത്ത എലമെന്റ്സുകളുണ്ട്. ഇപ്പം മെസ്സിയെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിഷിഹ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് അദ്ദേഹം. സ്പേസ് കണ്ടെത്തിക്കൊണ്ട് ഗോൾ അടിച്ചില്ലെങ്കിലും ഗോൾ അടിപ്പിക്കാനുള്ള സ്പേസ് കണ്ടെത്തുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ കളിയെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ പെർഫോമൻസ്, മാച്ച് പെർഫോമൻസും അനലൈസ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിനാണ് അഡ്വാൻറ്റേജ്. ഒരു ഗോൾ സ്പെയിൻ ഇതുവരെ ഗോൾ വഴങ്ങുന്ന വളരെ പിശുക്കളുണ്ട്. ഒരു ഗോൾ ആദ്യം 30 മിനിറ്റുള്ള ഒരു ഗോൾ സ്പെയിൻ വഴങ്ങുവാണെങ്കിൽ ഒരു മത്സരത്തിന് ഗതി മാറാൻ സാധ്യതയില്ലേ? സ്പെയിൻ ഒരു സമ്മർദ്ദ ഘട്ടം, അങ്ങനെ ഒരു ഘട്ടത്തെ സ്പെയിൻ ഈ ലോകകപ്പിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അല്ല, സ്പെയിൻ ഒരിക്കലും സമ്മർദ്ദത്തിനടിപ്പെട്ട് അവർ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. ഒരിക്കലും ഒരു ഗോൾ കൺസീഡ് ചെയ്യുക അല്ല, അവർ ഗോൾ കൺസീഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഡിഫെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒപ്പോണന്റിന്റെ ഹാഫിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹാഫിൽ പ്രസ് ചെയ്തുകൊണ്ട് സ്പേസ് അടച്ചുകൊണ്ട് 10ലും 15ലും സെക്കൻഡിനിടയിൽ ബോൾ വിൻ ചെയ്യുന്ന ഒരു ടാക്ടിക്സാണ്. അത് തീർച്ചയായിട്ടും അത് അർജന്റീനയ്ക്ക് ഇന്ന് ചലഞ്ചാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന ആദ്യം ഒരു ഫിസിക്കൽ ഗെയിം ഉണ്ടായിരുന്നു അർജന്റീന. അങ്ങനെ സ്പെയിനെതിരെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു. പ്രത്യേകിച്ച് പന്ത് ഹോൾഡ് വെച്ച് കളിക്കുന്ന ഒരു ടീമിനെതിരെ കളിക്കും അർജന്റീന. സ്കലോണി എന്ത് തരം ഒരു ഇതായിരിക്കുന്നത് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, ഒരിക്കലും ഈ രണ്ട് ടീമുകളും ബിൽഡപ്പ് ഗെയിമാണ്. ഒരിക്കലും ഈ പറയുന്നത് പോലെ ലാറ്റിൻ അമേരിക്കൻ ശൈലിയും സ്പാനിഷ് ശൈലിയും എന്ന് പറഞ്ഞാൽ ഏകദേശം ഈക്വലി ഒന്നാണ്. നമുക്കറിയാം ബാഴ്സലോണയുടെ പ്ലേയേഴ്സാണ് ഈ സൈഡിലും കൂടുതലും ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പാസുകളിലൂടെ കളിക്കുന്ന ശാരീരിക മികവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗെയിം അല്ല ഇവിടെ യൂറോപ്യൻ ശൈലി. കഴിഞ്ഞ മത്സരത്തിൽ ജൂലിയാനോ സിമിയോണി ഉപയോഗിച്ച് അർജന്റീന ആദ്യം ഒരു ഫിസിക്കൽ ഗെയിമിൽ എനിക്ക് ആ മത്സരം അർജന്റീന ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഇംഗ്ലണ്ട് ഒരു വൈകാരിക അംശത്തിനേക്കാൾ അപ്പുറം പക്ഷേ ഒരു മാനസികമായിട്ടൊരു മേൽക്കൈ നേടാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷേ അല്ലേ? അങ്ങനെ എതിർ ടീമിന്റെ തന്ത്രം അനുസരിച്ചാണ് നമ്മുടെ എതിർ ടീമിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസരിച്ചാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ടാക്ടിക്സുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഫിസിക്കൽ അഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമിയോണി പോലൊരു വേഗതയേറിയ പ്ലേയേഴ്സിനെ ഇറക്കുന്നത്. ഞാൻ നോക്കുന്നത് സ്പെയിനിലേക്കാണ്. സ്പെയിനിൽ യമീൻ യമാൽ അത്ര ഫോമിൽ അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ കുബാറസി, കുക്കറല്ലെ, അതുപോലെ തന്നെ റോഡ്രി, ഇവരെ മൂന്നുപേരെ എങ്ങനെയാണ് നോക്കുന്നത്? ഇവർ മൂന്നുപേരുടെയും പെർഫോമൻസ് ഒരുപക്ഷെ ഈ വിജയം നിയന്ത്രിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ശരിയായ, നിങ്ങൾ ഇപ്പോഴാണ് കറക്റ്റ് പോയില്ലെത്തി. അതായത് സ്പെയിൻ എന്ന് പറയുന്ന ടീം ഗെയിമാണ്. അപ്പോൾ ടീം ഗെയിമിൽ നമുക്കറിയാം ഗോൾ കീപ്പർ സിമിയോണി ഫോമിലാണ്. അദ്ദേഹത്തിന് ഗോൾ കൺസീഡ് ചെയ്ത് ഒരു ഗോളെ കൺസീഡ് ചെയ്ത് റെക്കോർഡ് നേടി ആ ഒരു കോൺഫിഡൻസിലാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ലാസ്റ്റ് ഡിഫൻഡറാണ്. അതായത് ഡിഫൻസിനെ കടന്നു വന്ന ബോൾ കളിക്കുന്ന, കാലുകൊണ്ട് കളിക്കുന്ന, മുന്നോട്ട് കയറി കളി. അതെ, മോഡേൺ ഫുട്ബോളിലെ ഒരു ട്രെൻഡ്സ് ആണ് അത്. ഗോൾ കീപ്പർ ലാസ്റ്റ് ഡിഫൻഡറായിട്ട് ആക്ട് ചെയ്യുന്നത്, അതിൽ അദ്ദേഹം വളരെ എക്സ്പെർട്ടാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ലപ്പോട്ടെ എന്ന് പറയുന്ന ഒരു നായകൻ, അദ്ദേഹമാണ് ശരിക്കും ഈ ടീമിനെ ഓർഗനൈസ് ചെയ്യുന്നത്. കുക്കറിലേക്കും പെദ്രോ പോർത്തേക്കും പറന്ന് കളിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഈ സെൻട്രൽ ഡിഫൻഡേഴ്സ് ആണ്. കുബാർസി 19 വയസ്സുള്ളൂ, യുവത്വത്തിന്റെ ചെറുകൂടെ കളിക്കുന്ന കുബാർസി നിയന്ത്രിക്കുന്ന ലപ്പോട്ടയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിനൊക്കെ മുമ്പ് കളിക്കുന്ന പെഡ്രിയും റോഡ്രിയാണ്. പെഡ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത്, പക്ഷേ റോഡ്രി ആണ് ശരിക്കും ഇവരുടെ ആ ഒരു സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്. അതായത് ഡിഫൻസിലെ ബോൾ വിൻ ചെയ്യുന്നതും അറ്റാക്കിലോട്ട് ബോൾ എത്തിക്കുന്നതും ആക്രമണങ്ങൾ തുടക്കമിടുന്നതും റോഡ്രിയാണ്. തീർച്ചയായിട്ടും ഒരു നായകനാണ്, പരിചയസമ്പന്നനാണ്, ഒരു ലീഡറാണ്. സാർ പറഞ്ഞനുസരിച്ച് മിഡ്ഫീൽഡ് ശക്തമാണ്, അത് കടന്നു വരണം അവർ ഗോൾ അടിക്കാൻ ശ്രമിക്കണം അല്ലേ? ഞാനതാ പറഞ്ഞത്, ഒപ്പോണന്റ് ഹാഫിൽ തന്നെ അവർ പ്രസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് ബോൾ എത്തിയാൽ തന്നെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ റോഡ്രി ഉണ്ട്. അതാണ് അവരുടെ കാര്യം. പക്ഷേ ഇന്ന് ഫാബിയൻ റൂയിസ് ആയിരിക്കും, പെദ്രിക്കായിരിക്കും പക്ഷേ ഫസ്റ്റ് 11 വരാൻ സാധ്യത. അല്ല, ഫാബിയൻ റൂയിസ് റോഡ്രിയും ഒരുമിച്ച് വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ മാൽമയാണ് അറ്റാക്കിങ് കളിക്കുമ്പോഴും
ഈ ഒരു പൊസിഷൻ അവയർനെസ് ഏറ്റവും കൂടുതലുള്ളത് സ്പാനിഷ് ടീമിനാണ്. അപ്പോൾ അവർ എല്ലാ പ്ലേസും ഒരു ചെയിൻ പോലെ വർക്ക് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് പൊസിഷൻ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിലും കൃത്യമായിട്ട് മറ്റൊരു പ്ലെയറിൻ്റെ പൊസിഷൻ കവർ ചെയ്ത് കൊണ്ടുവരുന്നവർ സ്പേസ് കൊടുക്കാതെ കളിക്കുന്ന ആ ഒരു തന്ത്രം തന്നെയാണ് സ്പെയിനിനെ വേറിട്ട് നിർത്തുന്നത്. അപ്പം റോദ്രിയുടെ കാര്യം അപ്പുറത്ത് അതേപോലെ ഒരു പ്ലെയർ ഉണ്ട്, പാരഡൈസിന്റെ കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. തീർച്ചയായിട്ടും പാരഡൈസ് ഒരു ഫൈറ്ററാണ്. നമ്മൾ ഈ കണ്ട ഈ വേൾഡ് കപ്പിൽ കണ്ടത് സ്പെയിൻ ഒരു ടാക്റ്റിക്കലി അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി വളരെ ഹൈ ആയിട്ട് കളിക്കുമ്പോൾ നമുക്കറിയാം പല മത്സരങ്ങളും തോൽവിയിൽ നിന്നും പോരാടി തിരിച്ചു കൊണ്ടുവന്ന ഒരു പോരാട്ട വീര്. അതായത് അവർ ലോക ചാമ്പ്യന്മാരാണ്, തോൽക്കാൻ മനസ്സില്ല. ആ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ് തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്നത്. പാരഡൈസ് മാത്രമല്ല, ഈ പറയുന്ന പോലെ തോൽക്കാൻ മനസ്സില്ലാത്ത അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെന്റാലിറ്റിയാണ്. ഇത് മഷറാനയുടെ 2014 ലോകത്തിൽ ഒരു മഷറാനയുടെ റോളാണ് തോന്നുന്നു പാരഡൈസ് പോയി അല്ലേ? മഷറാന വളരെ ടഫായിരുന്നു. മഷറാന ഇന്നത്തെ പോലെ അല്ല, അന്ന് നിയമം കുറച്ചുകൂടെ ഈസി, അങ്ങനെ പെട്ടെന്ന് റെഡ് കാർഡ് കൊടുക്കാൻ അല്ലെങ്കിൽ വാർ പോലുള്ള സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് റിസ്ക് എടുക്കാൻ സാധിക്കില്ല. അതാണ് ഗംഭീര പോരാട്ടമായിരിക്കും നടക്കുമെന്നാണ് വിൻഡ്രോസ് പറയുന്നത്. നിതീഷ് ചേട്ടാ, എന്താണ് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നമുക്ക് അറിയാനുള്ള ഇപ്പം സാറ് പറഞ്ഞു സ്പെയിനിന്റെ ഡിഫൻസീവ് കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ അർജന്റീനയ്ക്കും അങ്ങനത്തെ സമാനമായിട്ടുള്ള ഡിഫൻസീവ് വെച്ചുള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അതായത് ഈ സ്പെയിനിന് ഗോൾ അടിച്ചാൽ മാത്രമേ വിജയിക്കാനാവുള്ളൂ. ഇപ്പം അവർ കൺസീഡ് ചെയ്യുന്നില്ലാണോ ശരി തന്നെയാണ്. പക്ഷേ അർജന്റീന പോലുള്ള ടീമിനെതിരെ നിരന്തരമായി ഗോളുകൾ അടിക്കാനുള്ള ശ്രമം നടത്തണം. പക്ഷെ അവരുടെ അറ്റാക്കിങ് നമ്മൾ മുൻ വർഷങ്ങൾ കണ്ട പോലത്തെ ഒരു ആക്റ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് അല്ല. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യേണ്ടത് ശരിക്കും ഇന്നത്തെ ദിവസം? ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും അധികം ഈ വിങ്ങിലൂടെ അറ്റാക്കിംഗ് ഒക്കെ ഇന്ന് മാറി. ടീം ചെയിനായിട്ട് കളിക്കുന്ന ഒരു എന്താ പറയുക, ഡോമിനേറ്റ് ചെയ്ത് ബോളിനെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് ഈ ടീമുകൾ. അവർ ശരിക്കും ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ബാക്ക് ഫ്രം ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്പെയിനിൻ്റെ അഡ്വാൻറ്റേജ്. അവരുടെ ഡിഫൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എതിർ ടീമിൻ്റെ ഹാഫിൽ നിന്നാണ്. അവർക്ക് ബോള് ഫ്രണ്ടിലോട്ട് പാസ് ചെയ്യാൻ അനുവദിക്കാതെ. പക്ഷെ നമുക്കറിയാം ഒരു യൂറോപ്യൻ ടീം ആയിരുന്നു വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിൻ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അതിനുള്ള അവസരം അവിടെ കൊടുക്കുന്നില്ല. കാര്യം അവരെ യുവത്വം ആ ഒരു സ്പിരിറ്റും ഒരു ടീമായിട്ട് ഒരു കോർഡിനേഷൻ ചെയ്ത് ഒരു കോമ്പിനേഷനായിട്ട് ഒരു പ്ലെയർ പോയാൽ അടുത്ത് അതേ കവർ കൊടുത്തുകൊണ്ട് മറ്റേ സ്പേസ് അടയ്ക്കുന്ന ഒരു ഹാഫ് സ്പേസിൽ നിൽക്കും ബോൾ ഒരു പ്ലെയറിൻ്റെ അടുത്തെത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു മിഡിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. അറ്റാക്കിങ്ങിന് സ്പേസ് കുറവാണ്. അപ്പോൾ അതിന് അത്ഭുതകരമായ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ മാർഡോണയുടെ ഹാൻഡ് ബോൾ ഗോള് അല്ലെങ്കിൽ ആ ഇവരെല്ലാം മറികടന്നുകൊണ്ട് 6-7 കളിക്കാരെ ട്രിപ്പിൾ ചെയ്ത് അടിക്കുന്ന ഗോൾ, അങ്ങനെ അത്ഭുതകരമായ ചില ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം സാർ പ്രതീക്ഷിക്കുന്നത് അപ്പം മെസ്സിക്ക് സമാനമായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം മെസ്സിക്ക് ഗോൾ അടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള സ്കില്ല് വെച്ചാണ് കൺസിഡർ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചു അദ്ദേഹം ഇത്രയും ഗോൾ അടിച്ച് മുന്നോട്ട് വരുന്ന ഈ പ്രായത്തിൽ അപ്പോൾ ഒരിക്കലും അതാണ് പറഞ്ഞത്. ചിലര് ഈ എലമെന്റ്സ് ഫുട്ബോളിൽ കൂടുതലും ഈ പറയുന്ന പ്രാർത്ഥനയും കണ്ണുനീരും സന്തോഷവും ഇതെല്ലാം ഇടപഴകിയ ജനങ്ങളുടെ ഒരു എന്താ പറയുക വികാരവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. അവിടെ തീർച്ചയായിട്ടും കളിക്കാർക്ക് മാത്രമല്ല ചില പ്രാർത്ഥനകൾക്കും ഒരു ശക്തി കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ മെസ്സി എന്ന് പറയുന്ന പ്ലെയർക്ക് തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഫുട്ബോളർ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ള ഏറ്റവും വേഗത വേണ്ട ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കൊണ്ട് അദ്ദേഹത്തിന് ഓവർകം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷങ്ങളുടെ പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ശേഷമാണ് ഈ വേൾഡ് കപ്പിൽ തന്നെ 15 ഗോൾ അടിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ. കഴിഞ്ഞ ലോകകപ്പിൽ 7, ഈ ലോകകപ്പിലോട്ട്. ഇപ്പോൾ ഈ അർജന്റീനയുടെ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്, ഇപ്പോൾ അർജന്റീനയുടെ മിഡ്ഫീൽഡ് ഈ സ്പെയിൻ്റെ അത്രയും ഭാവന സമ്പന്നമല്ല. പക്ഷേ ഇപ്പോൾ എൻസോയെ പോലുള്ളൊരു പ്ലെയർ ഓരോ മത്സരം ചെല്ലുന്നവരും മികച്ചും ഇതുവരെ ഒരു ക്ലാസ്. ഇപ്പോൾ നമ്മളെല്ലാം പറയും ചെൽസിയിലെ പ്രകടനം അർജന്റീന ജേഴ്സിയിൽ എൻസോ പുറത്തെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 1-2 മത്സരങ്ങളായിട്ട് എൻസോ അർജന്റീനയ്ക്ക് ഒരു നിർണായക ഘടകമായിട്ട് മാറുമല്ലേ ശരിക്കും? എൻസോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള ഏറ്റവും കൂടുതൽ ബോൾ ടച്ച് ചെയ്ത ഒരു കളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ടാലൻസ് ഉണ്ട്. ഇതിൽ ഒരു ചെറിയൊരു വിഷയം തീർച്ചയായിട്ടും സ്കലോണിയുടെ ധാർമ്മികമായ ഒരു എന്താ പറയുക ഒരു ധർമ്മസങ്കടം എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം മെസ്സി എന്ന് പറയുന്ന ഒരു പ്രതിഭയെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മിടുക്ക് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം മെസ്സിക്ക് സ്പേസ് കിട്ടുന്നത് വരെ കളിക്കുന്ന ഒരു എൻസോയൊക്കെ കുറച്ചുകൂടെ സ്പീഡായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഇവിടെ വരുന്നത് അവരുടെ ആ വേഗതയെ തടയുന്നത്. ഇപ്പം മക്കാലിസ്റ്റർ ആയിരുന്നാലും ഇവരൊക്കെ വളരെ വേഗത്തിൽ, പാരഡൈസ് ആയിരുന്നാലും ഫിസിക്കലി ചലഞ്ചിനും വളരെ ഫാസ്റ്റായിട്ട് ബോൾ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവിടെ മെസ്സിയെ പോലെ ഒരു പ്ലെയറിനെ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു സിസ്റ്റം വന്നപ്പോഴത്തേക്കും ഇവരുടെ ആ ഒഴുക്കിനൊരു തടസ്സം വന്നു. പക്ഷേ നിർണായക സമയങ്ങളിൽ ആ പെർഫോമൻസ് നമുക്ക് നമ്മൾ ശരിക്കും പറയാൻ ആഘോഷിക്കപ്പെടേണ്ട ഒരു ഗോളാണ് എൻസോ ഫെർണാണ്ടസ് സെമിയിൽ നേടിയത്. ആ ഒരു ക്ലാസ് ഗോൾ. പക്ഷേ ഈ കരിയിലൊക്കെ പോലും നമ്മൾ ഒരുപാട് വാഴ്ത്തപ്പെട്ടില്ല. എനിക്കൊന്ന് മറ്റുള്ള ഒരു ആഘോഷങ്ങളിലേക്ക് പോയപ്പോൾ ആ ഗോളിന് നമ്മൾ ഒരുപാട് എടുത്തു പറയേണ്ട ഒരു ഗോളാണ്. ഭംഗിയേറിയ ഒരു ഗോളെന്ന് പറയേണ്ടി വരും. ഭംഗി മാത്രം ആ ഒരു ക്ലാസ്, പിന്നെ ആ ഒരു ടൈമിങ്, ആംഗിള്, ആ ബോളിൻ്റെ
നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഈ ബ്ലോക്കിനിടയിൽ നിന്നുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് താഴ്ന്നിറങ്ങുന്ന ഒരു ബോൾ, ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഗോൾ കീപ്പർ, അദ്ദേഹം പിക്ഫോർഡ് വളരെ അസാധാരണമായ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗോള് ശരിക്കും എടുത്തു പറയാനാണ്. അതുകൊണ്ട് എൻസോ എന്ന് പറയുന്ന പ്ലെയർ തീർച്ചയായിട്ടും ഒരു നിർണായക ഘടകം. അർജന്റീനയ്ക്ക് ഒരു പക്ഷേ തലവേദന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഡിഫൻസിലായിരിക്കും. ഇപ്പോൾ ക്രിസ്ത്യൻ റൊമേരയും ലിസാൻഡ്രോ മാർട്ടിനസും ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അവരൊക്കെ ടോട്ടനത്തിലും യുണൈറ്റഡിലും ഒക്കെ മികച്ച പ്രവർത്തനം കഴിച്ചു. പക്ഷേ ഒരു നേഷൻ ജേഴ്സി വരുമ്പോഴത്തേന് ഒരു കെട്ടുറപ്പില്ലായ്മ ഫീൽ ചെയ്യുന്നില്ല പലപ്പോഴും അർജന്റീന ഡിഫൻസ് വരുമ്പോഴത്തേന്. പലപ്പോഴും അർജന്റീനയുടെ ഏറ്റവും വീക്ക് ലിങ്ക് എന്ന് പറയുന്ന ഡിഫൻസാണ്. ആ ഡിഫൻസ് പരീക്ഷിക്കപ്പെട്ടപ്പോഴൊക്കെ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാർട്ടിനസ് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ അത്ര ഒരു പെർഫോമൻസിലോട്ട് ഉയർന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾ തിരിച്ചടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വിജയികൾ അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ടീമിനെ ഒരിക്കലും തോൽക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല. ആ മനസ്സാണ്, ആ ആറ്റിറ്റ്യൂഡാണ് അവരെ ഈ മത്സരങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട്. അതിനോടൊപ്പം ഭാഗ്യവും എന്ന് പറയാം, സ്കില്ലെന്ന് പറയാം, മെസ്സിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയാം, ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് അർജന്റീന തിരിച്ചത്. ഡിഫൻസ് തന്നെയാണ് അവരുടെ വീക്ക് ലിങ്ക്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ഏറെ പരീക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാണ്. വിങ്ങുകളും അത്ര ശക്തമല്ലാത്ത വിങ്ങല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ലോ ആണ്. അത് ഈ വിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം അതിനോട് ചേർത്ത് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. അതായത് സാറ് തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു മെസ്സി അധികമായി അവർ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ അധികമായി ആശ്രയിക്കുന്നത് കൊണ്ട് അവരുടെ വേഗത പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അവർക്കൊരു കുറവാകും ഈ സ്പെയിൻ പോലുള്ള ഇത്രയും നല്ല പക്കയായിട്ട് ബിൽഡ് ചെയ്ത് കയറുന്ന ടീമിനിടയിൽ. എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു തന്ത്രമാണ്. കാര്യം 80 മിനിറ്റ് കഴിഞ്ഞാൽ അർജന്റീനയുടെ കളിയുടെ വേഗത ആ കൂടുന്നതിന് കാരണം എന്ന് പറയാൻ ലൊത്താറോ മാർട്ടിനസും അൽവാരസിനെ പോലുള്ള കളിക്കാർ. ഒരു കളിക്ക് അൽവാരസ് ആണെങ്കിൽ അടുത്ത കളിക്ക് ലൊത്താറോ. അത് തീർച്ചയായിട്ടും ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് സ്കലോണി എന്ന പരിശീലകന്റെ വിജയം എന്ന് ഞാൻ പറയും. കാരണം തീർച്ചയായിട്ടും മെസ്സിയെ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മെസ്സിയെ ഒരു ടീമായിട്ട് നമ്മളെപ്പോഴും പറയും, ഒരു ടീം വിൻ ചെയ്യുമ്പം ആ ടീമിലെ കളിക്കാരെ നമ്മൾ ഐക്യം, പരസ്പര റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കളിക്കാരൻ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അതിനെ കവർ ചെയ്യാൻ മറ്റൊരു കളിക്കാരൻ വരുന്നെന്നുള്ളൊരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് വളർത്തിയെടുക്കുമ്പോഴാണ് ഒരു ചാമ്പ്യൻ ടീം വരുന്നത്. അവിടെ സ്കലോണി അത് കൃത്യമായി. കഴിഞ്ഞ മത്സരങ്ങളിൽ അവസാനം 4 സ്ട്രൈക്കേഴ്സ് വരുന്നു. അർജന്റീന ടീം ഒരു 75 ശേഷം കളിയെ അങ്ങ് മാറുവാണല്ലേ? അവർ ആ കളിയുടെ വേഗത കൂട്ടിയാണ്. അതായത് കഴിഞ്ഞ കളിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെസ്സി ഒരിക്കലും ഒരു വിങ്ങർ അല്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫുട്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം. പക്ഷെ അദ്ദേഹം വലതുഭാഗത്തോട്ട് പോകുന്നു, വലത് കാലുകൊണ്ട് ക്രോസ് ചെയ്യുന്നു. അത് ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ഇടതുകാലിനേക്കാളും ക്ലാസ് ആയിട്ടുള്ള ക്വാളിറ്റി. പക്ഷെ ഇതൊക്കെ ഒരുപാട് എന്താ പറയുക, ഈ ഒരു പരിശീലനത്തിലൂടെ നേടിയ